ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിന് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു 10 ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: A nurse is caring for a client in the mental health clinic. A woman comes to the clinic complaining of insomnia and anorexia. The patient tearfully tells the nurse that she was laid off from a job that she had held for 15 years. Which of the following responses, if made by the nurse, is most appropriate? അപ്പം നമ്മളൊരു നേഴ്സാണ് അല്ലേ, ഒരു നേഴ്സാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം നമുക്കൊരു പേഷ്യൻ്റ് വരുവാണ്, ഒരു വുമൺ വരുവാണ്. വന്നിട്ട് പേഷ്യൻ്റ് എന്തൊക്കെയാണ് കംപ്ലയിൻസ് പറയുന്നത്? ഇൻസോംനിയയും അനോറക്സിയാണ് കംപ്ലയിൻസ് പറയുന്നത്. അതുപോലെ തന്നെ കരയുവാണ് അല്ലേ, കരഞ്ഞുകൊണ്ട് പറയുവാണ് ജോലി പോയി, 15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് അവരെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് റെസ്പോൺസ് ആണ്, അപ്പൊ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ബീങ് എ നേഴ്സ് നമ്മൾ എന്ത് അപ്രോച്ചാണ് നമ്മൾ നടത്തേണ്ടതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ: ഡിഡ് യുവർ കമ്പനി ഗിവ് യു എ സിവിയറൻസ് പാക്കേജ്? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാര്യമാണോ ചോദിക്കുന്നത്? ഒരിക്കലും അല്ലല്ലേ. കാരണം ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുമോ? ഇല്ല. നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഫോക്കസ് ഓൺ ദ ഫാക്ട് ദാറ്റ് യു ഹാവ് ഹെൽത്തി ഹാപ്പി ഫാമിലി. നമ്മൾ അവരോട് പറയണം ഫോക്കസ് ചെയ്യുക. എന്തില്? നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ഫാമിലിയിലോട്ട് ഫോക്കസ് ചെയ്യുക. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം നമ്മൾ ആ ഒരു സമയത്ത് അങ്ങനെ പറയത്തില്ല. ലൂസിങ് എ ജോബ് ഈസ് കോമൺ നവഡേസ്. ഇന്നത്തെ കാലത്ത് ഒരു ജോലി പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല അല്ലേ. അങ്ങനെ നമ്മൾ പറയോ? ഒരിക്കലില്ല. നമുക്ക് ഡയറക്റ്റ് ആ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഓപ്ഷൻ ഡി നോക്കിക്കേ, ടെൽ മീ വാട്ട് ഹാപ്പൻഡ് അല്ലേ, അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം എന്താണ്? നമ്മളൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ ആ പേഷ്യന്റിനെ ഫുള്ളി വെന്റിലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് പേഷ്യന്റ് പറയാനുള്ളത്, ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് പേഷ്യന്റ് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പേഷ്യന്റ് പറയാനുള്ളത് പറയാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് ഒരിക്കലും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുമില്ല എന്ന് നമ്മൾ ഓർത്ത് വെച്ചോണം. ടെൽ മീ വാട്ട് ഹാപ്പൻ, അതായിരിക്കണം നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. നോക്കിയേ, ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസ്പോൺസ് ഇഫ് മെയ്ഡ് ബൈ ദ നഴ്സ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ടെൽ മീ വാട്ട് ഹാപ്പൻഡ് എന്നൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. Question number 2: when do you gain consent from a patient and consider it valid? നമ്മളൊരു കൺസെന്റ് എടുക്കുന്ന സമയത്ത് അത് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ അതിനകത്ത് എന്താണ് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് നോക്കിയേ. ആൻസർ വരുന്നത് ഓൺലി ഇഫ് എ പേഷ്യന്റ് ഹാസ് എ മെന്റൽ കപ്പാസിറ്റി ടു ഗീവ് കൺസെന്റ്. അതായത് പേഷ്യന്റ് മെന്റൽ കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ കൺസെന്റ് വാലിഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കത്തില്ല. അടുത്ത ഓപ്ഷൻസ് നോക്കിയ ഓൺലി ബിഫോർ എ ക്ലിനിക്കൽ പ്രൊസീജിയർ ആൻഡ് സി നൺ ഓഫ് ദി എബോ. അത് 2 റോങ് ആൻസേഴ്സ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വെൻ ഡു യു ഗെയിൻ കൺസെന്റ് ഫ്രം എ പേഷ്യന്റ് ആൻഡ് കൺസിഡർ ഇറ്റ് വാലിഡ് ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ പേഷ്യന്റ് മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ആ കൺസെന്റ് തരുന്ന സമയത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 3: which of the following is a guiding principle for the nurse in distinguishing mental disorders from the expected changes associated with aging? ഇപ്പം ഏതൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബീങ് എ നേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അല്ലാത്ത മെന്റൽ ഡിസോർഡേഴ്സും. ഡിസ്റ്റിങ്വിഷിംഗ് മെന്റൽ ഡിസോർഡേഴ്സ് ഫ്രം ദ എക്സ്പെക്റ്റഡ് ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ഏജിങ്. അപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കുറെ പ്രശ്നങ്ങൾ കാണും അല്ലേ. അതല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും പ്രായമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും എന്നുള്ളതാണ്, തിരിച്ചറിയും എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നോക്കിക്കേ, ദ ക്ലിനിക്കൽ പ്രസന്റേഷൻ ഓഫ് മെന്റൽ ഇൽനെസ് ഇൻ ഓൾഡർ അഡൾട്ട്സ് ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഇൻ അതർ ഏജ് ഗ്രൂപ്പ്സ്. അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസും അല്ലാത്ത ആൾക്കാർ കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണ്? അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം അല്ലേ, അവർക്ക് കൂടുതലും ഡിപ്രഷന്, പാനിക് അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതെന്താണ്? അവർക്കത് ഏജ് റിലേറ്റഡ് ആണ്. അവരുടെ ആ ഒരു മൂഡ് ലോ ആയി പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും കാണിക്കുന്നത്. പക്ഷെ മറ്റൊരു യങ് പേഷ്യൻറ്റിൽ അതൊക്കെ കാണിക്കുമ്പോൾ എന്താണ്? നമുക്കത് മനസ്സിലാണ്, ഓക്കെ ഇത് മെന്റൽ ഡിസോർഡർ ആണ്. മറ്റേതാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇവിടെ എന്താണ്? ഇവർക്കത് മെന്റൽ ഡിസോർഡർ ആണ്. അവരങ്ങനെ
കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴേക്കും. അതാണ് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് മെൻ്റൽ ഇൽനെസ് ഇൻ ഓൾഡർ അഡൾട്ട് ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഇൻ അതർ ഏജസ്. മറ്റ് ഏജ് ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ഇവരെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, കോമ്പിറ്റന്റ് ക്ലിനിഷ്യൻ ക്യാൻ റെഡ്ലി distinguish mental disorders from the expected changes associated with aging. ഓക്കെ, നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? അത് ആൻസർ തെറ്റായിട്ട് വരാൻ കാരണം നമ്മൾ എങ്ങനെ അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഒരു ക്ലിനിഷ്യന്റെ കാര്യം അവിടെ പറയുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്നാമത്തെ ആൻസർ നമുക്ക് റോങ് ആകുന്നത്. ഓൾഡർ പീപ്പിൾ ആർ ബിലീവ് ടു ബി മോർ പ്രോൺ ടു മെന്റൽ ഇൽനെസ് ദാൻ ദ യങ് പീപ്പിൾ. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ആർക്കും വരാം മെന്റൽ ഇൽനെസ്. അതുകൊണ്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡി നോക്കിക്കേ, when physical deterioration becomes a significant features of an elder's life, the risk of comorbid psychiatric illness arises. അതും തെറ്റാണ് അല്ലേ. അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ആൻസറും തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. A patient with a learning disability is accompanied by a voluntary independent mental capacity advocate. What is his role? അപ്പം നമ്മളുടെ പേഷ്യൻ്റ് ഓൾറെഡി ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ആ പേഷ്യൻ്റിലൂടെ ആരാണ് വരുന്നത്? ഇൻഡിപെൻഡന്റ് മെന്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ് ആണ് വരുന്നത്. ആ അഡ്വക്കേറ്റിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. IMC നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നോക്കിയേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈസ് ആൻ എക്സ്പേർട്ട്, അതായത് IMC ഇൻഡിപെൻഡന്റ് മെന്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ എക്സ്പേർട്ട് ആണ്. ആൻഡ് റെപ്രസെന്റ്സ് ക്ലയൻസ് കൺസേൺസ്. അപ്പൊ പുള്ളി അവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു ക്ലയന്റിന്റെ കൺസേൺ, വിഷസ് ആൻഡ് വ്യൂസ്, ആ ക്ലയന്റിന്റെ കൺസേൺ, വിഷസ് ആൻഡ് വ്യൂസ് അവിടെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ആസ് ദേ കനോട്ട് എക്സ്പ്രസ് ബൈ ദംസെൽസ്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു? കാരണം ആ ക്ലയന്റിന്റെ ലേണിംഗ് ഡിസബിലിറ്റി ആണ് അല്ലെ. ആ ക്ലയന്റിന്റെ ലേണിംഗ് ഡിസബിലിറ്റി ആയതുകൊണ്ട് ക്ലയന്റിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ ഒരാൾ ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് മെന്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്നത്, അതാണ് ആ ഒരു ആളിന്റെ റോള്. ബാക്കി ഓപ്ഷൻസ് റോങ് ആകാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ, express patient's needs and wishes, act as a patient's representative in expressing their concerns as if they were his own. അതായത് അയാളുടെ പറ്റാത്തത് കൊണ്ടാണ് ഈ ആൾ ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആളിന് പറ്റും പക്ഷെ അതുകൊണ്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആൻസർ തെറ്റായിട്ട് വരുന്നത്. ജസ്റ്റ് ടു അക്കമ്പനി ദ പേഷ്യന്റ്, ചുമ്മാ പേഷ്യന്റിനോട് വന്നു, അത് തെറ്റാണ്. To take decisions on patient's behalf and provide their own judgment as this benefit the client. അതായത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഡിസിഷൻ എപ്പോഴും ആരാ എടുക്കുന്നത്? പേഷ്യന്റ് ആണ് എടുക്കുന്നത്. നമ്മൾ എന്തുമാത്രം ചെയ്യുവാണ് ചെയ്യുന്നത്? പുറത്തുനിന്ന് ഒരാൾ അവരെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡന്റ് മെന്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ് എന്ത് ചെയ്യുന്നത്? ഒരു പേഷ്യന്റ് ഹെൽപ്പ് ചെയ്യുവാണ്, അല്ലാതെ ഒരിക്കലും ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ആ ആൻസർ റോങ് ആയിട്ട് വരുന്നത്. സിയും തെറ്റായിട്ട് വരും. ABC തെറ്റാണ്, ഡി ആണ്. ഹി ഈസ് ആൻ എക്സ്പേർട്ട് ആൻഡ് റെപ്രസെന്റ്സ് ക്ലയൻസ് കൺസേൺസ്, വിഷസ് ആൻഡ് വ്യൂസ് ആസ് ദേ കനോട്ട് എക്സ്പ്രസ് ബൈ ദംസെൽസ്. അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും ഒക്കെ വ്യൂസ് ഒക്കെ റെപ്രസെന്റ് ചെയ്ത് പറയുന്ന ആളാണ് ഇൻഡിപെൻഡന്റ് മെന്റൽ കപ്പാസിറ്റി അഡ്വക്കേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4. You are assessing a 40-year-old woman who worries that she suffers from panic disorder. Which of the following features is most important to establish the diagnosis of panic disorder? അപ്പൊ 40 വയസ്സാണ് കേട്ടോ. 40 വയസ്സാണ്, 40 years ആയിട്ടുള്ള ഒരു വുമൺ ആണ്. ഹു വറീസ് ദാറ്റ് ഷീ സഫേഴ്സ് ഫ്രം പാനിക് ഡിസോർഡർ. പുള്ളിക്കാരിക്ക് എന്താണ്? പാനിക് ഡിസോർഡർ ആണ്. അപ്പൊ പാനിക് ഡിസോർഡർ നമ്മൾ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, പാനിക് അറ്റാക്സ് ആർ precipitated by exposure to the fearful situation only. അതായത് ഒരു പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ പാനിക് അറ്റാക്സ് വരത്തുള്ളൂ. ആണോ? അല്ലല്ലേ, അത് തെറ്റാണ്. കാരണം എന്താണ്? അവർക്ക് അങ്ങനെ പേടിച്ചില്ലെങ്കിലും പാനിക് അറ്റാക്ക് ഉള്ള ആൾക്കാർക്ക് ചെറിയ വെറുതെ ഇരുന്നാലും അവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓൺലി, അതായത് ഫിയർഫുൾ സിറ്റുവേഷൻ ഓൺലി എന്ന് വന്നതുകൊണ്ടാണ് ആൻസർ റോങ് ആയി പോകുന്നത്. നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. പാനിക് അറ്റാക്സ് ആർ കോസ്ഡ് ബൈ ആൻ അണ്ടർലൈൻ ഫിസിക്കൽ ഡിസോർഡർ മൂലമാണോ പാനിക് അറ്റാക്ക് വരുന്നത്? അല്ല അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ ബി നമുക്ക് റോങ് ആണ്. നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ സി നോക്കിക്കേ, ദ പാനിക് അറ്റാക്സ് ആർ റിക്കറന്റ്. അതാണ് ആൻസർ വരുന്നത്. കാരണം ഇത് റിക്കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പാനിക് അറ്റാക്സ് ആർ റിക്കറന്റ്, റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അടുത്ത ഓപ്ഷൻ നോക്കിയേ, പാനിക് അറ്റാക്സ് ഒക്കർ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് അഗോറാഫോബിയ. അതായത്
പേഷ്യൻസിന് അഗോറാഫോബിയ ഉണ്ടായതിന് ശേഷമാണ് പാനിക് അറ്റാക്ക് വരുന്നത്. അല്ല, റോങ് ആണ് ആൻസർ. കാരണം അവിടെ ആഫ്റ്റർ വന്നേക്കുന്നത് കൊണ്ടാണ് ആ ആൻസർ റോങ് ആണ് കേട്ടോ. കാരണം ഗൊറാഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർക്കിങ്ങനെ ഒരു ക്രൗഡഡ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസ്, അല്ലെങ്കിൽ ഇവർ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് തന്നെ ഇവർക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് ഇവര് പോകത്തില്ല അധികം. അപ്പം ഒരിക്കലും ഒരു മോളിൽ പോയിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ല അവർക്ക് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അവർ ആ മോളിലോട്ട്, അവർ ആ ഒരു ക്രൗഡഡ് പ്ലേസിലോട്ട് അവർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്തുണ്ടാവും, ബിഫോർ ആണ്, ആദ്യമേ തന്നെ അവർക്ക് എന്താണ്ടാവും, പാനിക് അറ്റാക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ആൻസർ റോങ് ആയിട്ട് വരുന്നത്. ദർ ഇസ് എ സെക്കൻഡറി ഗെയിൻ അസോസിയേറ്റഡ് വിത്ത് പാനിക് അറ്റാക്സ്. എന്ത് ഗെയിൻ ആണ് ഉള്ളത്? സെക്കൻഡറി ഗെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ആൻസർ ചെയ്ത് വരുന്നത് ഓപ്ഷൻ സി, ദ പാനിക് അറ്റാക്സ് ആർ റിക്കറന്റ്. നോക്കിക്കേ, പാനിക് അറ്റാക്സ് ഇൻ എ പാനിക് ഡിസോർഡർ ആർ അൺഎക്സ്പെക്റ്റഡ്. അതായത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് എപ്പോഴാണ് വരുന്നതെന്ന്. റിക്കറന്റ്, റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ഒക്കോർഡ് ബിഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് അഗോറഫോബിയ. അതായത് നമുക്ക് ആ ഒരു ക്രൗഡഡ് പ്ലേസിലോട്ട് പോകുന്നല്ല, അവർക്ക് താല്പര്യമില്ലാത്ത ആ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ അതിന് അവരവിടെ ചെല്ലുമ്പോൾ തന്നെ എന്താണ് അവർക്ക് അതുണ്ടാകും, ബിഫോർ ആണ് അവർക്ക് ഉണ്ടാകുന്നത്, അല്ലാതെ ഒരിക്കലും ആഫ്റ്റർ അല്ല. എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഫോർ പാനിക് ഡിസോർഡർ ഇസ് അണ്ടർലൈങ് മെഡിക്കൽ ഇൽനെസ്. മെഡിക്കൽ ഒരു ഫിസിക്കൽ ഡിസോർഡർ മൂലം അവർക്ക് ഒരിക്കലും പാനിക് അറ്റാക്ക് വരത്തില്ല. പാനിക് ഡിസോർഡർ ഇസ് നോട്ട് ആൻ അബ്നോർമൽ ഇൽനെസ് ബിഹേവിയർ ആൻഡ് ഇസ് നോട്ട് അസോസിയേറ്റ് വിത്ത് സെക്കൻഡറി ഗെയിൻ. അത് വെച്ചിട്ട് ഒരു സെക്കൻഡറി ഗെയിനും അവർക്ക് കിട്ടത്തില്ല. അതാണ്, അതുകൊണ്ടാണ് ആൻസർ സി വരുന്നത് കേട്ടോ. ദ പാനിക് അറ്റാക്സ് ആർ റിക്കറന്റ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. You are a medical resident. The nurse informs you that an 80-year-old man who was admitted for cellulitis seems to be depressed and mentions about passive suicidal thought. When you assess him, he sees ghosts in the ward and expresses paranoid ideation against nursing staff. Which of the following assessment is most important to establish the diagnosis? അതായത് ഇതിപ്പോ ഒരു ഡോക്ടറാണ്, മെഡിക്കൽ റെസിഡന്റ് ആണ്. അപ്പൊ പുള്ളിക്കാരനോട് എന്താണ്, പേഷ്യന്റ് ഏജ് നോക്കിയേ, 80 വയസ്സാണ് കേട്ടോ, 80 ഇയേഴ്സ് ഓൾഡ് ആണ്, 80-year-old ആയിട്ടുള്ള ഒരു അപ്പച്ചനാണ്. ഹു വാസ് അഡ്മിറ്റഡ് ഫോർ സെല്ലുലൈറ്റിസ്. വന്നിരിക്കുന്നത് എന്താണ്, സെല്ലുലൈറ്റിസ് ആണ് വന്നിരിക്കുന്നത്. അതുവരെ അപ്പച്ചന് ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് അപ്പച്ചന് എന്താ പറ്റിയേ, ഡിപ്രസ്ഡ് ആയി അല്ലെ, ഡിപ്രസ്ഡ് ആൻഡ് മെൻഷൻസ് അബൌട്ട് പാസീവ് സൂയിസൈഡൽ തോട്ട്. അപ്പം അപ്പച്ചന് എന്താണ്, മരിക്കണം എന്നൊക്കെ കുറച്ചൊരു തോന്നലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് അപ്പച്ചൻ പറയാണ്, മൊത്തം നഴ്സിംഗ് സ്റ്റാഫ് ഒക്കെ ഇവിടെ ഗോസ്റ്റ് ആണ്, അവരൊക്കെ എല്ലാം മൊത്തത്തിൽ അപ്പസിന്റെ കിളി പോയല്ലേ എന്ന് വേണം നമുക്ക് പറയാം. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസ്മെന്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ദ ഡയഗ്നോസിസ്. അപ്പൊ നമുക്ക് ഈ അപ്പസിനെ ഒന്ന് ഏത് ഡയഗ്നോസിസ് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട, ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട അസസ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ്, അസസ് ഓറിയന്റേഷൻ അല്ലേ. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, അതായത് അസുഖം മൂലം ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും അവർ എന്താണ് പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി പോകും. കാരണം ആ ഒരു നോർമൽ ഒരു എൻവറോൺമെന്റിൽ നിന്ന് മാറി മറ്റൊരു എൻവറോൺമെന്റിലോട്ട് വരുമ്പോഴേക്കും അവർക്ക് നോർമലി അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തേക്കണം, ഓറിയന്റേഷൻ ചെയ്യുക. അപ്പൊ നമ്മൾ അപ്പച്ചനോട് ചോദിക്കണം, അപ്പച്ചന് എവിടാന്നറിയാമോ, ഇപ്പൊ എവിടാന്നറിയാമോ, ഇത് ഏതാ സ്ഥലം എന്നറിയാമോ, അപ്പച്ചന്റെ പേരെന്താണ്, ഡേറ്റ് എന്താണ്, ഇന്നത്തെ ഡേറ്റ് എന്താണ്, അപ്പച്ചൻ എന്നാ ഹോസ്പിറ്റലിൽ വന്നതെന്നറിയാമോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓറിയന്റേഷൻ ചെയ്ത് നോക്കുക. അതായിരിക്കണം നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസസ്മെന്റ്. ബാക്കി നോക്കിക്കേ, അസസ് ജഡ്ജ്മെന്റ്, അസസ് റെക്കഗ്നീഷൻ, അസസ് രജിസ്ട്രേഷൻ ആൻഡ് ഷോർട്ട് ടേം റിക്കോൾ, അസസ് സൊമാറ്റിക് സിംറ്റംസ്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലേ. കാരണം എന്താണ്, ദിസ് മാൻ മേ സഫർ ഫ്രം ഡെലിരിയം ആൻഡ് അക്യൂട്ട് കൺഫ്യൂഷണൽ സ്റ്റേറ്റ്. പെട്ടെന്നുണ്ടാകുന്നതാണ് അല്ലെ, പെട്ടെന്നുണ്ടായ ഒരു കൺഫ്യൂഷണൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താണ്, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ ഓറിയന്റേഷൻ മാത്രം ചെയ്തയച്ചാൽ മതി. Assessing somatic, it is most important to assess orientation. Assessing somatic symptom is not useful as it is caused by medical condition. കാരണം എന്താണ്, നമ്മളൊരു അസുഖം മൂലം അവർ വന്ന സമയത്ത് അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും സൊമാറ്റിക് ഈ ഒരു വലിയ വലിയ കാര്യങ്ങൾ, അസസ് ജഡ്ജ്മെന്റ്, അസസ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ടൈം റിക്കോൾ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസസ് ഓറിയന്റേഷൻ എന്നുള്ള ഉത്തരം വരുന്നത് കേട്ടോ. നോക്കി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്റ്റാബ്ലിഷ് ദ ഡയഗ്നോസിസ്, അസസ് ഓറിയന്റേഷൻ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഗ്നിറ്റീവ് ടാസ്ക് ഈസ് നോട്ട് ആൻ അസസ്മെന്റ് ഓഫ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം മെമ്മറി. അപ്പൊ നമ്മളിവിടെ കുറച്ച്
അസസ്മെന്റ് ചെയ്യുവാണ്. അപ്പൊ വിച്ച് ഈസ് നോട്ട് ആൻ അസസ്മെന്റ്. ഇതിൽ അസസ്മെന്റ് അല്ലാത്തതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. ഏതാണ് അല്ലാത്തത്? ഓഫ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി നമ്മൾ നോക്കുന്നതിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അസസ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ, ആസ്ക് ദ പേഷ്യന്റ് ടു നെയിം ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് സിംഗപ്പൂർ. നമ്മൾ പേഷ്യനോട് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ കറന്റ് പ്രൈം മിനിസ്റ്റർ ആരാന്നറിയാമോ? സിംഗപ്പൂരിലെ കറന്റ്. അപ്പൊ നമുക്കത് ഒരു സിംഗിൾ ചോദ്യമാണ് അല്ലെ, ഒരു ക്ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്ലോസിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, അവർക്ക് ആൻസർ പറയാനായിട്ട് പറ്റും. ഇനി ask the patient to name as many animals as possible that can be found in the Singapore Zoo. നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആ സിംഗപ്പൂർ സൂവിൽ കണ്ട എന്തുമാത്രം ആനിമൽസ് ഉണ്ട് അതിനെ പറ്റിയിട്ട് എല്ലാം പറയാമോ? എന്തുമാത്രം പറയാൻ പറ്റുമോ അത്രയും പറയുവാണ്. ഓക്കെ, അത് നമുക്കൊരു സൈഡിൽ വെക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ നോക്കിയിട്ട് നമുക്ക് അതിലിട്ട്. അപ്പൊ നമുക്ക് ചോദ്യം എന്താണ്? കോഗ്നിറ്റീവ് ടാസ്ക്. നമുക്ക് ജസ്റ്റ് പേഷ്യന്റ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയുടെ കോഗ്നിറ്റീവ് ടാസ്കിന്റെ അസസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ സി നോക്കിയാൽ, ആസ്ക് ദ പേഷ്യന്റ് ടു ടെൽ യു ഹിസ് ഓർ ഹെർ അഡ്രസ് ആൻഡ് ലേറ്റർ യു ക്യാൻ ചെക്ക് ദ ആൻസർ വിത്ത് പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്. പേഷ്യന്റ് നമ്മൾ അഡ്രസ്സ് ചോദിക്കുന്നു, അത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇൻഫോം ദ പേഷ്യന്റ് 3 ഒബ്ജക്ട്സ്, എക്സാമ്പിൾ ആപ്പിൾ, ന്യൂസ് പേപ്പർ ആൻഡ് ട്രെയിൻ, ആൻഡ് ആസ്ക് ദ പേഷ്യന്റ് ടു നെയിം ദ 3 ഒബ്ജക്ട്സ് ഇമ്മീഡിയറ്റ്ലി. അല്ലെ, ഷോർട്ട് ടേം മെമ്മറി നോക്കാൻ വേണ്ടി ആപ്പിൾ, ന്യൂസ് പേപ്പർ, ട്രെയിൻ. അപ്പൊ പേഷ്യന്റ് പെട്ടെന്ന് പറയും, കാരണം എന്താ അവർക്ക് ഒരു ഷോർട്ട് ടൈം മെമ്മറി ഉള്ളത് കൊണ്ട് എന്താ പറയുക, ഒരു പെട്ടെന്ന് ആൻസർ. കാരണം 3 ഒബ്ജക്ട്സിന്റെ പേര് മാത്രമേ നമ്മൾ പറയുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു 3 ഒബ്ജക്ട്സിന്റെ പേര് പെട്ടെന്ന് അവർക്ക് പിടിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ, ഇൻഫോം ദ പേഷ്യന്റ് 3 ഒബ്ജക്ട്സ്, എക്സാമ്പിൾ ആപ്പിൾ, ന്യൂസ് പേപ്പർ ആൻഡ് ട്രെയിൻ, ആൻഡ് ആസ്ക് ദ പേഷ്യന്റ് ടു നെയിം 3 ഒബ്ജക്ട്സ് ആഫ്റ്റർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഞാൻ വന്ന് ചോദിക്കുമ്പോൾ അത് 3 എണ്ണം പറയണം. മനസ്സിലായോ? അത് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ നോക്കിയാൽ ആസ്ക് ദ പേഷ്യന്റ് നെയിം, പ്രൈം മിനിസ്റ്ററിന്റെ പേര് ചോദിക്കുക. രണ്ടാമത്തെ അഡ്രസ്സ് ചോദിക്കുക. മൂന്നാമത് അവർക്ക് ഒരു 3 ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി ആൻസർ പറയാൻ പറ്റുക. ഇമ്മീഡിയറ്റ്ലി അത് തന്നെ പറയുക, അല്ലെങ്കിൽ 5 മിനിറ്റിന് ശേഷം. അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന ആൻസർ ഏതാണ് വരുന്നത്? Ask the patient to name as many animals as possible that can be found in the Singapore Zoo. കേട്ടോ. അപ്പൊ നോട്ട് ആൻ അസസ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ അസസ്മെന്റ്സ് ആണ്. ബി മാത്രം നമുക്ക് ചെയ്യാനായിട്ട് അത് തെറ്റാണ്. കാരണം എന്താണ്? ഇത് ഫ്രണ്ടൽ ലോബ് അസസ്മെന്റ്, അതായത് വെർബൽ ഫ്ലുവൻസി വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ വെർബൽ ലോബ് അസസ്മെന്റ്. ഫ്രണ്ടൽ ലോബിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ അതിന്റെ അസസ്മെന്റിന് വേണ്ടിയിട്ട് വെർബൽ ഫ്ലുവൻസിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്. എന്ത്? ആസ്ക് ദ പേഷ്യന്റ് ടു നെയിം ആസ് മെനി ആനിമൽസ് ആസ് പോസിബിൾ ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ സിംഗപ്പൂർ സൂ. ബാക്കിയെല്ലാം ഓപ്ഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ആൻസർ ബി ആയിട്ട് വരുന്നത്. ആസ്ക് ദ പേഷ്യന്റ് ടു നെയിം ആസ് മെനി ആനിമൽസ് ആസ് പോസിബിൾ ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ സിംഗപ്പൂർ സൂ. കാരണം നോട്ട് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. Question number 8. A 20-year-old man with an identical twin, he is diagnosed with a major depressive disorder. പേഷ്യന്റ് എത്ര വയസ്സുണ്ട്? 20 വയസ്സാണ് കേട്ടോ. 20 വയസ്സാണ്. ഐഡന്റിക്കൽ ട്വിൻ ആണ്. അപ്പൊ ട്വിൻസ് ആണ്, രണ്ടുപേരുണ്ടവര്. അതിൽ ഒരാൾക്കാണ് എന്ത് വന്നിരിക്കുന്നത്? മേജർ ഡിപ്രസീവ് ഡിസോർഡർ വന്നിരിക്കുകയാണ്. ഹിസ് ട്വിൻ ബ്രദർ വരുവാണ്. ആസ്ക് യു ടു കമന്റ് ഓൺ ദ ചാൻസ് ഹി വിൽ ഡെവലപ്പ് ഡിപ്രസീവ് ഡിസോർഡർ. നമ്മളോട് നോർമലി അവർ ചോദിക്കും അല്ലേ, എനിക്ക് വരുമോ എന്ന് ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് റെസ്പോൺസ് ടു ഹിസ് ട്വിൻ ബ്രദർ. അപ്പൊ നമ്മൾ ബീങ് എ നേഴ്സ് നമ്മൾ ആൻസർ പറയുന്ന സമയത്ത് ഏതായിരിക്കണം കറക്റ്റ് റെസ്പോൺസ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഇസ് എ സ്ട്രോങ്ലി ഇൻഹെറിറ്റബിൾ ഡിസീസ്. You will definitely develop it as well. അപ്പം മേജർ ഡിപ്രസീവ് ഈസ് എ സ്ട്രോങ്ലി ഇൻഹെറിറ്റബിൾ ഡിസീസ്. ഇൻഹെറിറ്റബിൾ ഡിസീസ് ആണോ? ഇതൊരു ഹെറിറ്റബിൾ ഡിസീസ് ആണ് അല്ലേ. കാരണം എന്താണ്? ഇത് പേരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലോട്ട് കിട്ടും. നമുക്കത് ഹെറിറ്റബിൾ ഡിസീസ് ആണ്, ഇൻഹെറിറ്റബിൾ ഡിസീസ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ ബി നോക്കിക്കേ. ദ ലൈക്ലിഹുഡ് ഓഫ് യു ഡെവലപ്പിംഗ് ഡിപ്രസീവ് ഡിസോർഡർ ഇസ് ഹയർ ദാൻ അതർ സിബ്ലിങ്സ്. അതാണ് ആൻസർ വരുന്നത്. അതായത് ഇവർക്ക് കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറയണം. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ഓപ്ഷനും കൂടെ നോക്കിയിട്ട് താഴോട്ട് നോക്കിയിട്ട് മുകളിലോട്ട് വരാം. The likelihood of you develop depressive disorder is same as non-identical twins. അതായത് ഇവര് non-identical twinsലും ഇവർക്ക് സെയിം ആയിരിക്കും. ഇവരെന്താണ്? ഐഡന്റിക്കൽ ട്വിൻ ആണ് അല്ലെ. ഇവര് ഐഡന്റിക്കൽ ട്വിൻ ആണ്. ഐഡന്റിക്കൽ ട്വിന്നിലും നോൺ ഐഡന്റിക്കൽ ട്വിന്നിലും സെയിം ആണ്. ഡിപ്രസീവ് ഡിസോർഡർ സെയിം ആണ് വരുന്നതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്.
അത് തെറ്റാണ്. കാരണം എന്താണ്, ഐഡന്റിക്കൽ ട്വിന്നിൽ കൂടുതലും നോൺ ഐഡന്റിക്കൽ ട്വിന്നിൽ കുറവാണ് കേട്ടോ. ചാൻസ് കുറവാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഐഡന്റിക്കൽ ട്വിന്നിൽ കൂടുതലും നോൺ ഐഡന്റിക്കൽ ട്വിന്നിൽ കുറവുമാണ്. ഒരിക്കലും സെയിം അല്ല. അതുകൊണ്ട് ആൻസർ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. There is only a slightly increased risk that you will become a depressed as compared to the general population. Okay, അത് ഒരു ബന്ധമില്ലാത്ത ആൻസർ ആണ് അല്ലേ. അത് നമുക്ക് ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താണ്, സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് റിസ്ക് ആണ്. ഒരിക്കലും സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് റിസ്ക് അല്ല, അതായത് ഇവര് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഉത്തരം എലിമിനേറ്റ് ചെയ്ത് കളയാം. You do not need to worry because environmental factor is an important factor to determine whether you will develop a depressive disorder. ഒരിക്കലും അല്ലല്ലേ. കാരണം എന്താണ്, ഇതൊരു ഹെറിറ്റബിൾ ഡിസീസ് ആണ്. ഇതൊരു പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലോട്ട് പകർന്നു കിട്ടാവുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ദ ലൈക്ലിഹുഡ് ഓഫ് യു ഡെവലപ്പിംഗ് ഡിപ്രസീവ് ഡിസോർഡർ ഈസ് ഹയർ ദാൻ അതർ സിബ്ലിങ്സ്. അതായത് ഇവർ എന്താണ്, ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. അപ്പൊ ഐഡന്റിക്കൽ ട്വിൻസിൽ എന്താണ്, ഇവർക്ക് ഒരുപോലെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഒരു നോൺ ഐഡന്റിക്കൽ ട്വിൻസോ അല്ലെങ്കിൽ മറ്റ് നോർമൽ സിബ്ലിങ്സോ ആണെങ്കിൽ അവർക്ക് ഇച്ചിരൂടെ കുറവായിരിക്കും. പക്ഷെ ഇവർക്ക് അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോക്കിക്കേ, ദ ഫാമിലി സ്റ്റഡി ഷോ ദാറ്റ് ദ പേഴ്സൺ ഹാസ് 40 to 70% ചാൻസ് ടു ഡെവലപ്പ് ഡിപ്രസീവ് എപ്പിസോഡ് ഇഫ് ദ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് സഫർ ഫ്രം ഡിപ്രസീവ് എപ്പിസോഡ്. അതായത് ആദ്യത്തെ ആളിന് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഒരു 40-70% ചാൻസ് ഉണ്ട് രണ്ടാമത്തെ ആളിന് വരാനായിട്ട്. ഇനി ട്വിൻസിന്റെ സ്റ്റഡീസിൽ എങ്ങനെയാണെന്ന് നോക്കിയേ, മോണോസൈഗോട്ടിക് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ട്വിൻസിൽ എന്താണ് 40-50% ആൻഡ് ഡൈസൈഗോട്ടിക് അതായത് നോൺ ഐഡന്റിക്കൽ ട്വിൻസിൽ 20% ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവനോട് പറയുന്നത് ദ ലൈക്ലിഹുഡ് ഓഫ് യു ഡെവലപ്പിംഗ് ഡിപ്രസീവ് ഡിസോർഡർ ഇസ് ഹയർ ദാൻ ദി അതർ സിബ്ലിങ്സ് എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. A 35-year-old man suffers from low mood, low energy, poor sleep, poor appetite and recurrent suicidal thought. 35 വയസ്സാണ്. എന്തൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നങ്ങൾ? ലോ മൂഡാണ്, മൂഡ് ലോ ആണ്, എനർജി ലോ ആണ്, സ്ലീപ്പ് ഇല്ല, ഒട്ടും ഉറക്കമില്ല, വിശപ്പില്ല, റിക്കറന്റ് സൂയിസൈഡൽ തോട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സൂയിസൈഡൽ തോട്ട്സ് വരുന്നുണ്ട്. ഹി ഫേംലി ബിലീവ്സ് ദാറ്റ് he deserves the death sentence for minor mistake made in the past. പുള്ളി പണ്ട് ചെയ്ത ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം പുള്ളിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോറി, ട്രൂ അല്ല, ഫോൾസ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ, എന്താണ്, ലോ മൂഡാണ്, ലോ എനർജിയാണ്, പൂർ സ്ലീപ്പ് ആണ്, പൂർ അപ്പിറ്റേറ്റ് ആണ്. എന്താണ് സംഭവം? ഡിപ്രഷൻ ആണ്. അപ്പൊ ഡിപ്രഷന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ആൻസറിലോട്ട് പോകാൻ. ഓപ്ഷൻ എ, ഫോർ സിവിയർ ഡിപ്രസീവ് എപ്പിസോഡ് വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് സൈക്കോട്ടിക് സിംറ്റംസ് യൂഷ്വലി ഒക്കർ ആഫ്റ്റർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിപ്രസീവ് സിംറ്റംസ്. ഓക്കെ, അതെല്ലാം പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, കാരണം ഡിപ്രസീവ് എപ്പിസോഡ്സ് ആണ് പുള്ളിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹിയർ സൈക്കോട്ടിക് സിംറ്റംസ് ആർ കൺസിഡർഡ് ടു ബി മൂഡ് കോൺഗ്രന്റ്. അപ്പൊ അതിനെ പറ്റി അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ മൂഡ് റിലേറ്റഡ്, അതായത് ഡിപ്രഷന്റെ ആണ് അല്ലെ, ഹെയർ അല്ല ഹിസ് ആണ് കേട്ടോ. ഹിസ് സൈക്കോട്ടിക് സിംറ്റംസ് ആർ കൺസിഡർഡ് ടു ബി മൂഡ് കൺഗ്രന്റ്, അതും ഡിപ്രഷന്റെ ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സി നോക്കിക്കേ, ബേസ്ഡ് ഓൺ ദ കേസ് സിനാരിയോ there is enough evidence to suggest that it suffers from schizoaffective disorder. അതിനകത്ത് എന്തെങ്കിലും സ്കീസോ ഡിസോർഡറിനെ പറ്റിയിട്ട് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഫോൾസ് ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. മുകളിലത്തെ രണ്ട് ഓപ്ഷൻ ഡിപ്രഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഡിയും ഇയും കൂടെ നമുക്ക് നോക്കാം. ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ഷുഡ് ബി കൺസിഡേർഡ് അല്ലെ. അപ്പൊ ഇവർക്ക് എന്താണ്, ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് കൊടുത്താൽ ഇവർക്കൊരു ട്രീറ്റ്മെന്റ് ആണ്, അതിന്റെ ഒരു ഭാഗമായിട്ട് അവർക്കൊരു ചേഞ്ചസ് വരും. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ഈസ് എ റെക്കഗ്നൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഹിസ് കണ്ടീഷൻ. അപ്പൊ ഭയങ്കര സിവിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ടു കൊടുക്കാം. അപ്പൊ ബാക്കി എ ബി ഡി ഇ 4 എന്താണ്, ഡിപ്രഷന്റെ കാര്യങ്ങൾ, ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ സി വന്നിരിക്കുന്നത് സ്കീസോഫ്രേനിയ ആണ്. ബേസ്ഡ് ഓൺ ദ കേസ് സിനാരിയോ there is enough evidence to suggest that he suffers from schizophrenic disorder. ഒരിക്കലും അല്ല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മൊത്തം ഡിപ്രഷന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫോൾസ് എന്നുള്ള ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഉത്തരം എന്ത് എഴുതുന്നത്? സി എഴുതുന്നത് കേട്ടോ. ഇനി this man suffers from severe depressive disorder with the psychotic features. Option A, B, D and E are correct. There is not enough evidence to suggest that diagnosis of schizoaffective disorder because her symptoms do not suggest that he suffers from schizophrenia. Ini question number 10 നോക്കിക്കേ.
Which of the following disorders has been shown to have the greatest degree of heritability? അതായത് ഏത് ഡിസീസാണ്, താഴെ കുറച്ച് ഡിസീസ് അവർ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് അല്ല ഡിസോർഡേഴ്സ് ഹാസ് ബീൻ ഷോൺ ടു ഹാവ് ദ ഗ്രേറ്റസ്റ്റ് ഡിഗ്രി ഓഫ് ഹെറിറ്റബിലിറ്റി. അതായത് ഏറ്റവും കൂടുതൽ ഹെറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പടർന്നു കിട്ടുവാണല്ലോ, അതായത് പേരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലോട്ട് പടർന്നു കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആൽക്കഹോളിസം, നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ, അതൊരിക്കലും വരാൻ പോണില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, നമുക്കതൊരു സൈഡിൽ വെക്കാം. ഓട്ടിസം, മേജർ ഡിപ്രസീവ് ഡിസോർഡർ, സ്കിസോഫ്രേനിയ. ഇതിൽ ബി സി ഡി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ഡിഗ്രി എന്നാണ് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഗ്രേറ്റസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ടാണ് ഏത് ഓപ്ഷനിലോട്ട് പോകുന്നത്, നമ്മൾ ഓപ്ഷൻ സിയിൽ. കാരണം എന്താണ്, ഹെറിറ്റബിലിറ്റി ഓഫ് ഓട്ടിസം ടു ബി മോർ ദാൻ 90%. 90% ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓട്ടിസ്റ്റിക് ആൻഡ് നോൺ ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഈസ് ഡ്യൂ ടു ജനറ്റിക് എഫക്റ്റ്. 90% എന്താണ് ഈ ഓട്ടിസംകാർക്കും എന്താണ് ജനറ്റിക് വഴിയിട്ട് വരുന്നതാണ് അല്ലെ, ജനറ്റിക് പ്രോബ്ലം വഴി വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആൻസർ ഓപ്ഷൻ സി ഓട്ടിസം തിരഞ്ഞെടുക്കുന്നത്. കാരണം ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഡിഗ്രി ഓഫ് ഹെറിറ്റബിലിറ്റി എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓട്ടിസം ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.